ഹായ് ഹലോ നമസ്കാരം. ഇന്ന് വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടോ. പരിപ്പ് കുറച്ച് നേരം കുതിർത്ത് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരിപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതപ്പോൾ ഇനി ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കണം. വറുക്കാനായിട്ട് വറുത്തരച്ചതിനുള്ള സാധനങ്ങൾ ഉലുവ, മല്ലി, മുഴുവനെയുള്ള മുളക്, പിന്നെ ഉഴുന്നുപരിപ്പില്ലേ, ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന ഉഴുന്നുപരിപ്പ്. ആ ഗ്യാപ്പ് കിടക്കുന്നിടത്ത് കടലപ്പരിപ്പ് ഇടാനായിരുന്നു, തീർന്നുപോയി. കടലപ്പരിപ്പുണ്ട്, അതും വെക്കണേ. അതിനുശേഷം ഒരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക. കാശ്മീരി മുളകിൻ്റെ മുഴുത്തതുണ്ടെങ്കിൽ അതങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. മിക്സ് ചെയ്ത് കാശ്മീരി മുളകും സാദാ മുളകും കൂടെ വെക്കുന്നത് നല്ലതാട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞുകൊണ്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ ആ എണ്ണ ചൂടായപ്പോഴത്തേക്ക് അതിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ചെറിയ തീയെ വെക്കണേ, അല്ല കരിഞ്ഞു പോയ ടേസ്റ്റ് കുറയും. ചെറു തീയിൽ വെച്ച് വറുത്തെടുക്കണം. എന്നിട്ട് തേങ്ങയും സ്പൈസസും എല്ലാം കൂടി ഇട്ട് ഇതിനി എനിക്കൊരു 20 മിനിറ്റ് എടുത്തു. ചെറിയ തീയെ വെച്ച് നല്ലപോലെ വറുത്ത് ഒരു ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ചൂട് പിടിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കുഞ്ഞുള്ളിയും കൂടെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. കുഞ്ഞുള്ളി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നടുവേ ഒന്ന് മുറിച്ച് ഈ കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണേ. ഇത് മൂത്ത് വരുമ്പോൾ നല്ല മണവും അതുപോലെ തന്നെ നല്ല രുചിയാട്ടോ. സാദാ സാമ്പാർ വെക്കുന്നതിനേക്കാളും വറുത്തരച്ച സാമ്പാർ വെക്കുമ്പോൾ കുറച്ച് സമയം എടുത്താലും രുചി നല്ല പോലെ ഉണ്ടാവും. ഈ ഒരു പരുവത്തിലായിട്ട് വരണം കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ചേശം ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മളിതെല്ലാം ഡയറക്റ്റ് കൂടുതൽ ഇട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് എല്ലാം ഒരു ലേശം പൊടികൾ ഇട്ട് കൊടുത്താൽ മതിയേ. സാമ്പാർ പൊടി, അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. ഇത്രയാണ് ചേർത്തേക്കുന്നത്. ഇതെന്നിട്ട് ഇനി തണുക്കാൻ മാറ്റി വെക്കണം. നല്ലപോലെ തണുത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കണേ. ആ പാത്രത്തിലോട്ട് തന്നെ മീനും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. എന്നിട്ട് വെണ്ടയ്ക്ക വറുത്തെടുത്തൊന്ന് മാറ്റി വെക്കുക കേട്ടോ. സാമ്പാറിലോട്ട് വെണ്ടയ്ക്ക മൊത്തത്തിൽ ഇട്ടാൽ അതങ്ങ് പൊട്ടി ഒരു വഴുവഴുപ്പും കൊഴുപ്പും കൂടും. അപ്പോൾ ഇങ്ങനെ വറുത്തെടുത്ത് സാമ്പാറിലോട്ട് ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. വെണ്ടയ്ക്ക ഇങ്ങനെ പൊട്ടിപ്പോവാതെ കിട്ടും. പരിപ്പ് അപ്പോഴത്തേക്ക് വെന്ത് നല്ല പോലെ വന്ന് ആവിയൊക്കെ പോയി. ഞാനപ്പോൾ അത് ആ സെയിം പാത്രത്തിൽ ആ എണ്ണയിലോട്ട് തന്നെയാണ് കേട്ടോ പരിപ്പ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഒരു കുഴപ്പമില്ല, രുചിയൊക്കെ കൂടുകയുള്ളൂ. അങ്ങനെ ചെയ്തെന്നും പറഞ്ഞൊന്നും രുചി കുറഞ്ഞൊന്നും പോകുമല്ലോ കേട്ടോ. അപ്പോൾ പരിപ്പ് നല്ലപോലെ ഉടഞ്ഞ് നല്ലപോലെ ഇളക്കി. ഇനി സാമ്പാർ കഷ്ണങ്ങൾ വേവിച്ചെടുക്കണം. ഞാൻ ഇതിലോട്ട് സബോളയും പച്ചമുളകും ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇഷ്ടമുള്ള സാമ്പാർ കഷ്ണങ്ങൾ എന്താണോ അതെല്ലാം ചേർക്കാം കേട്ടോ. ഞാൻ ബീട്രൂട്ടും ചേർത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്കോല്, ബീട്രൂട്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഇട്ടേക്കുന്നതെന്ന് പറയുള്ളൂ. ഇതിലും കുറച്ച് സാമ്പാർ പൗഡർ ഇല്ലേ, അത് ഞാൻ ഈസ്റ്റേണിൻ്റെ യൂസ് ചെയ്തേക്കുന്നത്, അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ വാളംപുളി വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്തിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അതിൻ്റെ വെള്ളവും കൂടെയാണ് ഒഴിച്ചു കൊടുത്ത്. കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച്, എത്ര ചാറ് വേണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു വിസിലടിച്ച് എയർ പോയി. തുറന്നപ്പോൾ സാമ്പാർ കഷ്ണം എല്ലാം റെഡിയായേ. കുക്കറിനനുസരിച്ച് സാമ്പാർ കഷ്ണത്തിന് വേവ് നോക്കണം. എന്നിട്ട് ആ പരിപ്പിലോട്ട് ഇതിട്ട് കൊടുത്തു. സാമ്പാർ കഷ്ണം എല്ലാം കൂടെ തക്കാളിപ്പഴം 2 അരിഞ്ഞതും വെണ്ടയ്ക്ക വറുത്ത് വെച്ച വെണ്ടയ്ക്കയില്ലേ, അതും ഒരു വെളുത്തുള്ളി നടുവേ പുലർന്ന് അതുകൂടി ഇട്ട് കൊടുത്തു കേട്ടോ. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് ഗ്യാസൊക്കെ സാമ്പാർ കഷ്ണത്തിൽ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇല്ലാണ്ടാക്കും കേട്ടോ. അതുകൊണ്ട് ഒരു വെളുത്തുള്ളി നടുവേ മുറിച്ചതും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് അരപ്പും ഞാൻ നല്ലപോലെ തണുത്ത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ അരപ്പാണ് ഇതിൻ്റെ രുചി കേട്ടോ. അരപ്പ് കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തു. ആ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളവും കൂടെ ഒഴിച്ചു കേട്ടോ. ഇനി അടച്ച് വെച്ച് ഇതൊന്ന് തിളപ്പിക്കണം. നല്ലപോലെ തിള വന്ന് അതൊന്ന് റെഡിയായി അരപ്പും ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നിറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. മല്ലിയില ഇടാൻ ഇഷ്ടമാണ് ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണ്ട കേട്ടോ. മല്ലിയില ഇട്ടാൽ നല്ല രുചിയാണ്. സാമ്പാർ അങ്ങനെ വാങ്ങി വെച്ച് കഴിഞ്ഞ് ഇനി കടുക് വറക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടു. കൂടെ ഞാൻ കുഞ്ഞുള്ളി, ഒരു വെളുത്തുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ചെറിയ ജീരകമില്ലേ അതോടെ പൊട്ടിക്കുമ്പോഴത്തേക്കും നല്ല രുചിയാട്ടോ. അങ്ങനെ ഈ വറുത്ത താളിപ്പും കൂടെ ഒഴിച്ചപ്പോൾ വറുത്തരച്ച സാമ്പാർ റെഡിയായി. ട്രൈ ചെയ്തോ. ടാറ്റാ ബൈ ബൈ, സീ യു.